ഹലോ ഗൈസ്, വെൽക്കം ടു കുട്ട എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അഗെയിൻ ബാക്ക് ടു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിം 3D. നമ്മളപ്പോൾ ലാസ്റ്റ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിം 3Dൻ്റെ വീഡിയോ കണ്ടത് ഏത് എപ്പിസോഡിലായിരുന്നു? നമ്മളുടെ 00409 എപ്പിസോഡായിരുന്നല്ലേ. പക്ഷേ അതിൻ്റെ ഹാഷ്ടാഗ് ആണെങ്കിൽ ഞാൻ പോയി ഗൈസ്, എൻ്റെ ഹാഷ്ടാഗ് ആണെങ്കിൽ ഞാൻ മാറ്റി. ഓക്കെ, അപ്പം നിങ്ങളാരും കമൻറ്റ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കമൻറ്റ് ചെയ്തില്ല ഗൈസ്. എന്താണ് ഗൈസ്? എന്നാലും ഞാൻ പോർട്ടർ സീസൺ 2 ചെയ്യും ഗൈസ്. ബട്ട് വേറെ ഒരു കാര്യമുണ്ട്, സീസൺ 2 ആട്ടോ ഫൈനൽ എപ്പിസോഡ്, അത് ഓർത്തോ. സീസൺ 2 ഫൈനൽ എപ്പിസോഡല്ല ഇത്, സീസൺ 2 ആണ് ഫൈനൽ സീസൺ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെയാണ് ഈ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ ചുമ്മാ ചാടിപ്പോകുന്നതെന്ന്. കാരണം എൻ്റെ സ്പെഷ്യൽ ജമ്പിങ് ഷൂസ് കാരണമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ പ്രീവിയസ് എപ്പിസോഡൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പോർട്ടർ സീസൺ 2 എപ്പിസോഡ് 4 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് എന്താണ്ടൊക്കെയോ മിഷൻ കിട്ടിയില്ലേ. ബട്ട് നമ്മളാണെങ്കിൽ ആ മിഷൻ ഒഴിവാക്കി ഗൈസ്. എനിക്ക് വേണമെന്നുണ്ടായില്ല. ആൻഡ് ഞാനാണെങ്കിൽ ഇപ്പം വേറൊരു മിഷൻ തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഗൈസ്. ഓക്കെ, ആൻഡ് അന്ന് നമ്മളുടെ ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ടുള്ള മറ്റേ കണ്ടുപിടി ഭയ്യ കണ്ണിൽ പൊടിപ്പോയി കൊണ്ട് ഭയ്യ ക്യാ ഹുവാ യാർ, പ്യാർ കാ അന്തർ ഹേ, ഏക് അന്തർ ഹേ പ്യാർ കാ അന്തർ ഹേ. എൻ്റെ മെക്ലാരൻ കാറും പോയി ഭയ്യ പ്യാർ ക്യാ അന്തർ ഹേ പ്യാർ പ്യാ ഒരു കണ്ടുപിടി ബൈ, കണ്ടുപിടി ബൈ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം അങ്ങോട്ടും നമ്മളാണെങ്കിൽ ചുമ്മാ ഇവിടെ അയ്യോ ഗൈസ്, നിങ്ങൾ കണ്ടോ? ബൈ കണ്ടുപിടി ബൈ. അല്ല, നമ്മളാണ് പുള്ളിക്കാരനെ പോയി ഇടിച്ചത്. പാവം ചേട്ടാ, ആലമ്പിക്കാട്ടാ ഓയ് കിടക്കുവാണല്ലോ പുള്ളിക്കാരൻ. ആൻഡ് നിങ്ങളാണെങ്കിൽ നമ്മളെ ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ടുള്ള മറ്റേ സ്മിത്ത് ടോയ്സ് ബർത്ത്ഡേ ബോയിന്ന് കാണിച്ചിട്ടുണ്ടാവും. BD ബോയ് എന്ന് പറഞ്ഞത് ബർത്ത്ഡേ ബോയിൻ്റെ ഇതാണ് കേട്ടോ, ഷോർട്ട് ഫോമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഇന്നാട്ടോ, October 18 അത് ചുമ്മാ എൻ്റെ പ്രസൻസ് ആണ്. എടേ ഇയാളെന്താണ് ഗൈസ്, നമ്മളുടെ വണ്ടി ഫുൾ പോയി ഇടിച്ചിട്ട് പുള്ളിക്കാരനാണെങ്കില ജസ്റ്റ് നമ്മൾ ഈ വണ്ടീൻ്റെ തുമ്പ് പോയി ഇടിച്ചപ്പോഴും പോയി. അതുകൊള്ളല്ലേ, ഇയാൾ ഇതേ സൂപ്പർമാനാണ്, മാൻ ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അതൊരു ബർത്ത്ഡേ പ്രസൻസ് മാത്രമാണ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ ബർത്ത്ഡേ അന്നൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്തുപറ്റി? ബഗ്ഗാണോ? വണ്ടിൻ്റെ ഡിക്കി പോയിട്ടുണ്ട്. പോബായ്. ഓക്കെ ഗൈസ്, നമ്മൾ കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് ആരംഭിക്കട്ടോ. ഹെൽത്ത് കിറ്റ് ഇടട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ഏത് വഴിയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. അണക്ക ഏട്ടാ റമ്പാളി സുംബ. പിന്നെ ഞാനുണ്ടല്ലോ,
പിന്നെ ഗൈസ് അമ്മ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ നല്ല വീഡിയോസ് ഇതല്ലാണ്ട് നല്ല വീഡിയോസ് ആണെങ്കിൽ ഇടാം. ഇന്ത്യൻ ബൈക്കിൻ്റെ കുറേ വീഡിയോസ് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇടാം. പക്ഷേ എനിക്ക് എൻ്റെ എനിക്ക് ഇടാം. പക്ഷേ എൻ്റെ അമ്മേൻ്റെ സോറി ചേട്ടാ, ഇനി ഇയാളെയും കൊണ്ട് കൊണ്ടിടാം ഇടാം. പക്ഷേ ഞാനാണെങ്കിൽ ഉണ്ടോ എൻ്റെ ഫോണിലാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം മെമ്മറി കാർഡൊന്നും ഇല്ല. മെമ്മറി കാർഡ് ആണെങ്കിൽ ഉണ്ട്, മെമ്മറി കാർഡല്ല, മെമ്മറീസ് ഒന്നുമില്ല. നമ്മളുടെ കാരിമിനാറ്റി ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗൈസ്? മറ്റേ വാട്ട് ഇഫ് കമ്മീഷണർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ, അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. നാട്ടിൽ നിന്ന് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും നീ ഇപ്പോൾ UK എന്ന് പറഞ്ഞു. അപ്പം ആ കാരിമിനാറ്റി വീഡിയോസൊക്കെ ഞാൻ നാട്ടിൽ നിന്നായിരുന്നു ഷൂട്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഇട്ടേക്കുന്നത്. അപ്പം 1 വർഷം മുമ്പ് അമ്മ ഒറ്റയ്ക്കായിരുന്നു പോയേക്കുന്നത് ഇവിടെ UK. അപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ കോളിലൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലായിരുന്നില്ല. ഇപ്പം എനിക്ക് അമ്മേൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇടാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഗൈസ് ഞാൻ സ്പൈഡർ ഫൈറ്ററും എല്ലായിടത്തും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഗൈസ്. സോ ഒരു ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്തവർ വീണ്ടും ചെയ്യുക. സോ നമ്മൾക്കിപ്പം എത്ര സബ്സ്ക്രൈബേഴ്സായി? അതാണല്ലോ നമുക്ക് ഇന്ന് കുറച്ച് കൂടുതൽ ഓഫീസർ ഉണ്ടായിരുന്നല്ലോ. ഹലോ സാറേ, എന്തിനാണ് വിളിച്ചത്? കുറച്ച് ആൾക്കാരൊക്കെ ജയിലിൽ. ഇവരൊക്കെ എന്തിനാണ് ജയിലിൽ കിടക്കണേ? മറ്റേ കറച്ചുടിപ്പെട്ടുള്ള ചേട്ടൻ ഇപ്പോൾ അത് ഈ ചേച്ചിയായിരുന്നു. ഓക്കെ, ഹലോ ചേട്ടാ. ഹലോ സാർ, എന്തിനാ വിളിച്ചേടാ? എടാ മോനെ, ഇതെന്തിനാ? ഹലോ മോനെ, എടാ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ നിനക്കൊരു മിഷനുണ്ട്. എന്താന്ന് പറഞ്ഞോ? നിനക്ക് നമ്മളുടെ അടുത്തുള്ള എയർപോർട്ട് ഉണ്ടോ? നമ്മുടെ അബുദാബി എയർപോർട്ട് പോലത്തെ എയർപോർട്ടിൽ ആണെങ്കിൽ എയർപോർട്ടിലാണെങ്കിൽ ഒരു പ്ലെയിനുണ്ട്. അതിനകത്ത് കുറച്ച് ഡ്രഗ്സും, ആ ഡ്രഗ്സ് ഉപയോഗിച്ച് ആ ഡ്രഗ്സ് നീ കൊണ്ട് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ്ട് ഡ്രഗ്സ് ഡിസ്പോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഇവിടെ അല്ല, ഡ്രഗ്സ് ഒന്നും മാച്ചാകുന്നില്ല. ഓക്കെ ഗൈസ്, അതാണ് പ്ലെയിനെന്ന് തോന്നുന്നു. സെൻറ്ററിൽ കിടക്കുന്ന 2ാമത്തെ പ്ലെയിനാണെന്നാണ് പറഞ്ഞത് എന്നോട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ ഇത് സ്ട്രക്ചറാണോ? ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ചാടിപ്പോകാം. നിങ്ങൾ പുതിയ സൂപ്പർമാൻ പടം കണ്ടതാണ് ഗൈസ്? ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. സൂപ്പർമാൻ 11th ജൂലൈ 11th. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. ഇത് ഫ്ലാപ്സ് ആട്ടോ ഗൈസ്, ഞാൻ ഈ നിൽക്കുന്നത്. ഗൺ മാറ്റടാ. ഓക്കെ, നമുക്കപ്പോൾ കടലിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യാം ഗൈസ്, നമ്മുടെ സള്ളി ചെയ്ത പോലെ. അപ്പം ഇവിടെ അടുത്തൊരു കടലുണ്ടായിരുന്നല്ലോ. ഇങ്ങോട്ടോടാ. ഇങ്ങോട്ടാണ് ആ കടൽ. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക്
ഇല്ലെങ്കിൽ ഗൈസ് നമുക്ക് ആളൊഴിഞ്ഞൊരു പ്രദേശത്തിൽ പോവാം. വിങ്സ് തട്ടി ഇവിടെ വിങ്സ് തട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ ഒരാളൊഴിഞ്ഞ പ്രദേശമാണ് ഗൈസ്. ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ടിഷ്കും. ഓക്കെ, ആരും കണ്ടിട്ടില്ല, ആരും ഒന്നും കണ്ടിട്ടില്ല. ഇനി നമുക്ക് വേറൊരു പ്ലെയിൻ എടുത്ത് നമുക്ക് പോകാം. ബാക്ക് ടു എയർപോർട്ട്. നമുക്ക് സേഫ് ലാൻഡ് തന്നെ ചെയ്യണം ഗൈസ്. ഇതാ വേറൊരു കുഞ്ഞൻ എയർപ്ലെയിൻ. സ്പോൺ പ്ലെയിൻ. കമാൻഡർ. Airplane has come. ഇങ്ങോട്ട് പോടാ. ഓക്കെ, പറ്റുവാണെങ്കിൽ സേഫ് ലാൻഡ് തന്നെ ചെയ്യണം ഗൈസ്. നമുക്ക് ഗ്ലൈഡ് ചെയ്ത് പോവാം. ഓക്കെ, നമ്മൾ എയർപോർട്ടിന് നിയറായി. ഓ ഗൈസ്, വാട്ട് എ സേഫ് ലാൻഡിങ്. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ വലിയ പ്ലെയിൻസ് ഓടിച്ച് അങ്ങനെ ശീലമൊന്നുമില്ല. എനിക്ക് ഈ ചെറിയ പ്ലെയിൻസൊക്കെ ഓടിച്ച ശീലമുള്ളൂ. ആരംഭിക്കണം നമ്മളാ. ഓക്കെ, നമുക്ക് കുറച്ച് പാർക്കോറൊക്കെ ചെയ്ത് പോവാം. ഞാനെന്തിനാ എനിക്ക് ഇങ്ങോട്ടല്ലേ വേണ്ടേ. ആരംഭിക്കണം വെള്ളോ. ഓക്കെ ഗേസ്, നമുക്ക് നമ്മളുടെ മെർസിഡീസ് മെക്ലാറൻ മതിയായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് വരുന്ന വേറെ ഏതെങ്കിലും ബൈക്ക് എടുക്കുവാണ് ഗൈസ്. എൻ്റെ അമ്മേ, എനിക്ക് വേണ്ട ഗൈസ്. ഇവിടെ കൂടി നല്ല കാറൊന്നും വരുന്നില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ മെക്ലാറിൻ തന്നെ എടുക്കാം. ആ ചേച്ചി തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിപ്പോയേ. എടാ, മിഷൻ സക്സസ് ആയി. പൈസ ഗൂഗിൾ പ്ലേ അയച്ചേക്കാവേ. ഓക്കെ സാറേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ എത്തിക്കുവാണ് ഗൈസ് നമ്മളുടെ മെക്ലാറൻ കാറിൻ്റെ അടുത്തേക്ക്. മെക്ലാറൻ എന്നല്ല എൻ്റെ പേര്, മെക്ലാറൻ തോന്നുന്നു ഗൈസ്. ഇതിനും എൻ്റെ ഷൂസിനെ പോലെ ഇങ്ങനെ ചാടാനുള്ള കഴിവുണ്ടല്ലോ, നിങ്ങൾ കണ്ടത് വേണല്ലോ. എടാ, നീ പിടിക്കാൻ ചെന്ന പെണ്ണില്ലേ, അത് ആ ഡ്രഗ്സ് വിൽക്കുന്നതിൽ ഒരുത്തിയാ ആണോ? എന്നെങ്കിൽ ഇനി കാറിന് അത്രയും പവറില്ല. അതുകൊണ്ട് തന്നെ 1 സ്റ്റാറാ. പോലീസുകാരോ, പോലീസ് എന്നെ ദില്ലിൻ്റെ ടേണാക്കലോ. എൻ്റെ കാര്യം എന്താണെന്ന് നോക്കിക്കേ. ഇല്ലോ, ഞാൻ ദില്ലി ആയാലുണ്ടല്ലോ എൻ്റെ കൈ കിട്ടും. എന്തടാ പോണോട്, നിനക്ക് പോണോട്. സാറേ, ഞാൻ ദില്ലി ടേണിലാണ് സാറേ. ദില്ലി ടേൺ.
ഗൈസ് ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. ഇത് അത്രയും അടിപൊളി എപ്പിസോഡൊന്നും ആയിരുന്നില്ല. ചെറിയ ഈ സ്ഥലത്തുള്ള ആക്ഷൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സോറി, ബൈ.